നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂച്ചേരി എന്ന മുദ്രയെക്കുറിച്ചാണ്. നമ്മുടെ യോഗ പരമ്പരയിൽ ഒരുപാട് രഹസ്യങ്ങളായ വിദ്യകളും മുദ്രകളും പഠിപ്പിക്കാറുണ്ട്. ഇത് സാധാരണ ആളുകളിലേക്ക് എത്തിച്ചേരാറില്ല. മാത്രമല്ല ഇതിന്റെ ആവശ്യവുമില്ല. അത് വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വിദ്യകളിൽ ഒന്നാണ് പൂച്ചേരി, കേച്ചേരി, ശാംഭവി മുതലായവ. ഈ പൂച്ചേരി എന്ന വിദ്യ ഇവിടെ പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലർക്കും ധ്യാനം ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷന്റെ ആ ഒരു ലയം, ആ സുഖം കിട്ടാറില്ല. അപ്പൊ ഈ ഒരു വിദ്യ ഉപയോഗിച്ച് അവർക്ക് വളരെ ഉന്നതമായ ആ ഒരു മെഡിറ്റേഷന്റെ ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മാത്രമല്ല ഈ വിദ്യ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവർക്ക് ഈ മുദ്ര ഉപയോഗിച്ചതിന് ശേഷം അവർ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ വിഷ്വലൈസ് ചെയ്ത ആ ഒരു ഇമേജ് നമ്മുടെ പ്രപഞ്ച ബോധത്തിലേക്ക് എത്തിച്ചേരുകയും അവരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ പൂജകൾ ചെയ്യുകയാണെങ്കിൽ, അതിനു മുമ്പായിട്ട് ഈ പൂച്ചേരി മുദ്ര അഭ്യസിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഏകാഗ്രതയോടുകൂടി ആ പൂജ ചെയ്യാനും പ്രാർത്ഥനകൾ നടത്തുവാനും സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് അല്ലെങ്കിൽ പരീക്ഷ കാലത്ത് പഠിക്കുകയാണെങ്കിൽ അവർ ഈ പൂച്ചേരി മുദ്ര ഉപയോഗിച്ചതിന് ശേഷം പഠിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ ആ പഠിച്ച കാര്യം ഓർമ്മയിൽ നിലനിർത്തുവാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പൂച്ചേരി ചെയ്യുന്ന സമയം നമ്മുടെ പ്രാണൻ സുഷുമ്നയിലൂടെ ഒഴുകാൻ തുടങ്ങും. ഈ സുഷുമ്നയിലൂടെ ഒഴുകിയാൽ മാത്രമേ നമുക്ക് ധ്യാനം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ധ്യാനം ലഭിക്കുകയില്ല. ധ്യാനത്തിൽ തന്നെ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കേവല കുംഭകം ലഭിക്കണം. കേവല കുംഭകം ലഭിക്കണമെങ്കിൽ അതിന്റെ പ്രാണായാമം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതും ഈ സുഷുമ്നയിലൂടെ പ്രാണൻ പ്രവേശിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ സുഷുമ്നയിലൂടെ പ്രാണനെ പ്രവർത്തിപ്പിക്കാനും ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും സാധിക്കും. ഇനി ആ മുദ്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കൈ ചിന്മുദ്രയിൽ വയ്ക്കുക, മറ്റേ കൈ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുക. അതിൽ തള്ളവിരലിന്റെ ഈ ഭാഗം നമ്മുടെ മൂക്കിന്റെ ഈ ഒരു ഏരിയയിലെ മീശയ്ക്കും ആ ഭാഗത്ത് നമ്മളിങ്ങനെ വെക്കുന്നു. ചെറുവിരലിനെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ തുടർച്ചയായി 3 മിനിറ്റ് നോക്കിയതിന് ശേഷം ആ കൈ ഇങ്ങനെ പിൻവലിക്കുന്നു. അതിനുശേഷം ആ ശൂന്യതയിലേക്ക് നമ്മൾ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. വീണ്ടും നമ്മൾ ഇതുപോലെ വെക്കുന്നു. ആ കൈ പിന്നീട് മാറ്റുന്നു, ആ ശൂന്യതയിലേക്ക് നോക്കുന്നു. ഇതിനുശേഷം നമ്മൾ ധ്യാനിക്കുകയോ വിഷ്വലൈസേഷൻ ചെയ്യുകയോ പഠിക്കുകയോ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു ഇതിന്റെ ഒരു രീതിയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൈ ചിന്മുദ്രയിൽ ഒരു കൈ ചിന്മുദ്രയിൽ വെക്കുക, മറ്റേ കൈ ഇങ്ങനെ വെക്കുക. ഈ പ്രാവശ്യം നമ്മുടെ തള്ളവിരൽ അടിയിലേക്ക് ആക്കുക, ചൂണ്ടുവിരൽ സ്വല്പം പൊക്കുക. അതിനുശേഷം ഈ ചെറുവിരൽ മേപ്പോട്ട് പൊക്കുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലിന്റെ ഈ മുട്ട് ഭാഗം നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് കൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നേരെയാക്കാം. അതിനുശേഷം നമ്മുടെ ഈ ചെറിയ വിരലിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുക. ഈ ചെറിയ വിരലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറെ കഴിയുമ്പോൾ വിരൽ തന്നെ അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ അതിനകത്ത് പ്രകാശം വരികയോ പല കളറുകൾ വരികയോ ചെയ്യാം. പിന്നീട് നമ്മൾ ഈ കൈ മാറ്റുന്നു, നേരത്തെ പറഞ്ഞ മാതിരി ആ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചതിന് ശേഷം നമുക്ക് മെഡിറ്റേഷനോ നേരത്തെ പറഞ്ഞ മാതിരി പൂജയോ പഠിക്കുകയോ എന്ത് വേണേൽ ചെയ്താൽ നമുക്ക് അതിൻ്റെതായ എല്ലാ ഫലങ്ങളും ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.